സുഹൃത്തുക്കളെ, സഹാബികളും താബികളും താബിഉ താബികളും ആദിമകാല മുസ്ലിമീങ്ങളും എങ്ങനെ വിശ്വസിച്ചിരുന്നുവോ അങ്ങനെ വിശ്വസിക്കണം. അവർ സ്വീകരിച്ച പോലെ അഖീദ സ്വീകരിക്കണം എന്ന് പറയുന്നവർ ഇന്ന് സലഫികൾ മാത്രമേ ഉള്ളൂ. പിൽക്കാലത്തുണ്ടായ അശ്അരിയത്തിന്റെ വാദം, മുഅ്തസിലത്തിന്റെ വാദം, ഇതൊക്കെയാണ് ഇവിടെ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ഈ വായിച്ച ചെറിയ ഉദ്ധരണികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് അശ്അരിയത്ത് എന്താണെന്നും സമസ്തക്കാരുടെ അഖീദ എന്താണെന്നും നമുക്കൊരു പോസ്റ്റ്മോർട്ടം തന്നെ നടത്താം. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും അൽമനാറിൽ പണ്ടെഴുതിയതും വക്കം മൗലവി പറഞ്ഞതും ഇന്ന് ഞങ്ങൾ പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം സലഫുകളുടെ രീതി അനുസരിച്ച് തന്നെയാണ്. ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പിന്നെ പ്രവാചകന്റെ മുടിക്ക് ഒരു പ്രത്യേകതയും ഇല്ല എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിവിടൽ. വാസ്തവത്തിൽ ഇപ്പോ പ്രവാചകന്റെ മുടിയും കൊണ്ട് നടക്കുക. ഇതുവരെ ഒരു മുടി ഉണ്ടായിരുന്നു, ഫാറൂഖ് അബ്ദുള്ള കൊടുത്തു വെച്ച മുടി. ആ മുടിനെ പറ്റി ഇപ്പൊ ഒരു വർത്താനമല്ല. ഇപ്പൊ പുതിയൊരു മുടി ഇറങ്ങിയിട്ടുണ്ട്. അത് റസൂല് തന്നെ ഖസർജ് ഗോത്രത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളോട് കാന്തപുരത്തെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഹജ്ജത്തുൽ വിദായിൽ കൊടുത്തു പോയതാണ്. ഒക്കെ വിശ്വസിക്കാണ് യാ കൗമി. ആലോചിച്ചു നോക്കണം. അത് വെക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ച പള്ളി കാന്തപുരം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. 25,000 ആൾക്ക് നിസ്കരിക്കാവുന്ന പള്ളിനെ നടുവിലത്തരത്ത് കൊണ്ടുവെക്കണത്. ഏതോ ആള് കൊണ്ടുവന്ന ഏതോ ഒരു മുടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് ഉറപ്പുള്ള ഒരവശിഷ്ടവും ഇന്ന് ലോകത്തെവിടെയും ഇല്ല എന്നതാണ്. തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുണ്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പ്, റസൂലുള്ളാഹിന്റെ വടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കള്ളപ്രചരണം നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് ഉറപ്പുള്ള ഒരവശിഷ്ടവും ലോകത്തൊരു ഭാഗത്തുമില്ല. പിന്നെ ഇയാള് സഹാബികള് റസൂലുള്ളാഹി ഹജ്ജിന് മുടിയെടുത്തപ്പോ മുടി സഹാബികൾ വീതിച്ചെടുത്തതും ചില സഹാബികളൊക്കെ മുടി സൂക്ഷിച്ചു വെച്ചതും ഒക്കെ അവിടെ അങ്ങനെ വലിയ ഗൗരവത്തിൽ വായിച്ചിരുന്നു. ആർക്കാ അതിലൊക്കെ സംശയമുള്ളത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഖാസായ പ്രത്യേകമായതാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ മുടി ആരും എടുത്തു വെച്ചിട്ടില്ലല്ലോ. ഉമർ ഫാറൂഖിന്റെ മുടി ആരും എടുത്തു വെച്ചിട്ടില്ലല്ലോ. ഇന്നത്തെ ഔലിയാക്കന്മാരെ കളക്ക് എത്രയോ മഹാനല്ലേ അദ്ദേഹം. മാത്രല്ല കാന്തപുരം കൊണ്ട് നടക്കുന്ന, ഇതുവരെ കൊണ്ട് നടന്നിരുന്ന മുടി, മർക്കസിലുള്ള മുടി സാക്ഷാൽ കാന്തപുരത്തിന്റെ മുടിയാണ് എന്ന് ഈ കെ വിഭാഗം ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മുടിനെ പറ്റി ഇപ്പൊ വർത്താനപ്പോ വേറെ പുതിയ മുടി ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ മുടി വെച്ചിട്ട് ആളുണ്ടാക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. മർക്കസിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി പ്രവാചകന്റെ മുടിയുണ്ട് എന്നും പറഞ്ഞ് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, സ്വലാത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ കാര്യമായിട്ട് സംസാരിച്ചത്. സ്വലാത്തിനെ സംബന്ധിച്ച് ഞാൻ ചാലിയത്ത് വെച്ച് പറഞ്ഞത് ഇയാൾ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. എന്താ കേൾപ്പിച്ചത്? സക്കരിയ സലാഹി പറഞ്ഞു, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. അനുഗ്രഹം ചെയ്യണേ, കാരുണ്യം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാലും ഒരു തെറ്റുമില്ല, ഏത് ഭാഷയിലും ചൊല്ലാം. അത് ചാലിയത്തെ ഖണ്ഡനത്തിന്റെ ഗുണമാണ്. സക്കരിയ പഠിച്ചു വെച്ചോ. ചാലിയത്തെ ഖണ്ഡനം കൊണ്ടല്ല, നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോ ചാലിയത്ത് എന്നല്ല എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയുന്നതാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ഏത് ഭാഷയിലുമാകാം. ഇംഗ്ലീഷിൽ പീസ് ബി അപ്പോൺ ഹിം എന്ന് പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറബി പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ പീസ് ബി അപ്പോൺ ഹിം പറയും. അതൊരു സ്വലാത്താണ്. അപ്പൊ ഓരോരുത്തർ അവനവന്റെ ഭാഷയിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. അത് നബി പറഞ്ഞിട്ടുണ്ട്. വർഹം മുഹമ്മദൻ വആല മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് റഹ്മത്ത് ചെയ്യണേ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും എന്നതിൽ കൂട്ടിച്ചേർക്കൽ നല്ലതാണെന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ ഫഹാദാ ബിദ്അത്തുൻ ലാ അസ്ല ലഹാ, അത് ബിദ്അത്താണ്, അസലില്ലാത്തതാണ്. അത് ഞങ്ങൾ പലയിടത്തും വായിക്കാറുണ്ട്. പിന്നെ ഒരാളൊരു സ്വലാത്ത് ഉണ്ടാക്കുക, എന്നിട്ട് ആ സ്വലാത്ത് ഇത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കൂലി, ഇന്ന സമയത്ത് ചൊല്ലിയാൽ ഇന്ന കൂലി, ഇന്ന രോഗത്തിന് ശമനം എന്നൊക്കെ പറഞ്ഞാൽ അതും ബിദ്അത്താണ്. ഇതാണ് ഞങ്ങൾക്ക് ആ സംഗതിയിലുള്ള നിലപാട്. നാരിയത്ത് സ്വലാത്ത്, നാരിയത്ത് സ്വലാത്തിന്റെ തുടക്കത്തിലുള്ള വാചകം ഇയാൾ കേൾപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ താമ്മൻ എന്ന് പറഞ്ഞ ഭാഗം അതിൽ അർത്ഥത്തിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിട്ട് കണ്ടോ, നാരിയത്ത് സ്വലാത്തിൽ കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. നബിയെ കൊണ്ടാണ് കെട്ടുകൾ എഴുതുന്നത്, നബിയെ കൊണ്ടാണ് പ്രയാസം നീങ്ങുന്നത് എന്ന ഭാഗം തുടങ്ങുന്നതിന് മുമ്പുള്ള വരി അതിന് കുഴപ്പമില്ല, അടുത്ത വരി കുഴപ്പമാണെന്ന് ഞാൻ പറയാണ്. ആ ഭാഗം അതുകൊണ്ട് അതിൽ കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല എന്നാ സക്കരിയ പറയണത് എന്ന് ചോദിച്ചിട്ട് ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് പറയാണ്. അപ്പൊ നിങ്ങളല്ലേ കുറെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്നത് വരെ, ഇപ്പൊ കുഴപ്പമില്ല എന്നായോ? എന്നിട്ട് എന്റെ വേറൊരു സ്ഥലത്ത് പ്രസംഗിച്ചൊരു ക്ലിപ്പ്, സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല. അതുണ്ട്, കണ്ടോ? സക്കരിയ മറുപടി അറിയണു.
അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ പറയാം സുഹൃത്തുക്കളെ. സന്ദർഭം നടത്തിയെടുത്തിട്ട് എന്തൊക്കെ പറയാം. ഹുസൈൻ സലഫി പറയുന്നു സ്വലാത്ത് ചെല്ലുമ്പോൾ സയ്യിദിനാ പറയരുത് എന്നൊരു സലഫിന്റെ ഒരു ക്ലിപ്പ്. ശരിയാണ്. ഇബ്രാഹിമി സ്വലാത്തിൽ, നമസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദും മജീദ് വരെ അതിൽ സയ്യിദിനാന്നോ മൗലാനാന്നോ ഒന്നും ഹദീസിൽ വന്നിട്ടില്ല. 8ഓളം റിവായത്തുകൾ വ്യത്യസ്ത ശൈലിയിൽ വന്നിട്ട് ഒന്നിൽ പോലും സയ്യിദിന എന്നില്ല. എന്നാ റസൂൽ സയ്യിദല്ലേ? അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇവർ ചോദിക്കാറുണ്ട്. ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണെന്ന് പറഞ്ഞു. ഇയാൾ പറയാ ചാലിയത്ത് വെച്ച് സക്കരിയ സമ്മതിച്ചു സയ്യിദിനാക്ക് കുഴപ്പമില്ല. കളവ് പറയാണത്. ഇബ്രാഹിമി സ്വലാത്തിലെ സയ്യിദിനെ ബിദ്അത്താണ്. പക്ഷെ റസൂൽ സയ്യിദാണ്, നേതാവ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് സയ്യിദ് എന്ന് പറയാം. പക്ഷെ യജമാനൻ എന്ന അർത്ഥത്തിലാണെങ്കിലോ അത് പാടില്ലാത്തതാണ്. റസൂൽ നമ്മൾ അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണെന്ന് റസൂൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിക്ക് നേതാവ് എന്ന അർത്ഥത്തിൽ സയ്യിദ് എന്ന് പറയാം. പക്ഷെ ഇബ്രാഹിമി സ്വലാത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതേ സമയത്ത് സയ്യിദുന എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഞങ്ങളുടെ യജമാനനാണ് എന്ന് പറഞ്ഞപ്പോൾ അസ്സയ്യിദ് അല്ലാഹു തബാറക വ തആല, യജമാനൻ അല്ലാഹുവാണ്, അനുഗ്രഹ സമ്പൂർണ്ണനും അത്യുന്നതനുമായ അല്ലാഹുവാണ് സയ്യിദ്, ഞാനല്ല എന്ന് റസൂൽ തിരുത്തി കൊടുത്തിട്ടുണ്ട്. രണ്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സയ്യിദ് എന്ന വാക്ക് അല്ലാഹുവിനെ കുറിച്ച് ഉള്ള യജമാനൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് സൃഷ്ടികളെ കുറിച്ച് ആരെ കുറിച്ചും പറയാൻ പാടില്ല. നേതാവി എന്ന അർത്ഥത്തിൽ റസൂലിനെ പറ്റി മാത്രല്ല, ഹസൻ ഹുസൈനെ പറ്റി പറഞ്ഞില്ലേ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് പറഞ്ഞിട്ടില്ലേ? സഅദ് ഇബ്നു മുആദ് വന്നപ്പോൾ ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കൂ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നേതാവ് എന്ന അർത്ഥത്തിൽ മറ്റുള്ളവർക്കും അത് പറയാവുന്നതാണ്. പക്ഷേ ഇബ്രാഹിമി സ്വലാത്തിൽ ഒരിക്കലും സയ്യിദിനെ കൂട്ടാൻ പാടില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതെല്ലാം ക്ലിപ്പിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകള് വാസ്തവം എന്താണെന്ന് ഞങ്ങളിൽ നിന്ന് നേർക്ക് നേരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്.